ഹലോ, വെൽക്കം ബാക്ക് ടു മലപ്പുറം ടേസ്റ്റ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഇന്നുണ്ടാക്കിയ ഒരു കിങ് ഫിഷ് അല്ലെങ്കിൽ ഐക്കോറ ബിരിയാണി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ റൈസാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ ഒന്ന് മെൽറ്റായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് കാഷ്യൂനട്ട്, റൈസിൻസ് അതുപോലെ തന്നെ ഒനിയനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു പിടി കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഒരു പിടി റൈസിൻസും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കാഷ്യൂനട്ടിൻ്റെ റൈസിൻസിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കുക കേട്ടോ. അപ്പോൾ ഈ റൈസിൻസ് ഇതുപോലെ നന്നായിട്ടൊന്ന് ബൾജായി വരുന്ന സമയത്ത് ഇത് രണ്ടും കൊണ്ടൊന്ന് കോരി മാറ്റി വെക്കാം. പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാലോ, ഇത് നമ്മൾ അവസാനമായിട്ട് ഗാർണിഷ് ചെയ്യുന്ന സമയത്താണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഒനിയൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഞാനിവിടെ മീഡിയം സൈസുള്ള ഒരു ഒനിയന് നന്നായിട്ടൊന്ന് കനം കുറച്ച് വേണം ഇതിന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഞെരട്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇതളുകളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വളരെ ക്ഷമയോടെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് ബിസ്ത എന്നാണ് പറയുന്നത്. ഈ ഒരു കളറ് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അത് ആ ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് ഒന്ന് സെപ്പറേറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്, അവസാനം ഗാർണിഷ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു ഈസിക്ക് വേണ്ടിയിട്ട് ഒരല്പം ഷുഗർ ചേർത്തിട്ട് അതൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ അരി എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. ഞാനിവിടെ 2 കപ്പ് റോസ് ബിരിയാണിയുടെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തിട്ടുള്ളതാണ്. വെള്ളം വറുത്തെടുത്ത ശേഷം അരി ഇതിലിട്ടൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സ്റ്റോറൊക്കെ ഒന്ന് സെപ്പറേറ്റായി നിൽക്കുകയും ചെയ്യും. നല്ലൊരു പെർഫെക്റ്റ് ബിരിയാണി ആയിരിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ബേ ലീഫ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റൈസ് ചേർക്കുന്നതിന് മുന്നായിട്ട് നെയ്യിൽ ഇറക്കിയിട്ട് ഒന്ന് വറുത്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വറുത്തെടുക്കുകയാണ്. 2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കൈവിടാതെ ഇളക്കിയിട്ട് വറുത്തെടുക്കുക. ഇനി നമുക്കിതിലോട്ട് വാട്ടർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു റോസ് ബിരിയാണിയുടെ കൈമ റൈസിന് ഒരു ഇരട്ടി തന്നെ വെള്ളം എടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് വെന്ത് കിട്ടുന്നില്ല. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് സാധാരണ ചേർക്കേണ്ടത്. അതിൽ നിന്നൊരു 1/2 കപ്പ് മാറ്റി വെച്ചിട്ട് 3.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അരി നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒരു ഗ്ലാസ്സിനുള്ള 1/2 ഗ്ലാസ് വെള്ളം അങ്ങ് മാറ്റി വെക്കുക. അത്രയും മാറ്റി വെച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബോയിലാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ബോയിലിംഗ് വാട്ടറാണ് ചേർത്തിട്ടുള്ളത്. ബോയിലിംഗ് വാട്ടർ തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തണുത്ത വെള്ളമൊന്നും വറുത്തരിയിലോട്ട് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം കുക്കാക്കി എടുക്കുമ്പോഴേക്കും ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് കാണാം. നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ടോട്ടൽ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് റൈസ് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിതൊന്നുകൂടെ ഒന്ന് അടച്ച് വെക്കുകയാണ്. ഇനി ഞാനിതെൻ്റെ ചെറിയ ബർണറിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ചെറിയ ബർണറിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ വീഡിയോ എടുക്കാനുള്ള ഈസിക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ബർണർ മാറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഫിഷ് റെഡിയാക്കി എടുക്കുകയാണ്. റൈസ് അവിടെ കുക്കാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് ഓഫ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ചെമ്പിനകത്താണ് നമ്മൾ ഫിഷ് മസാലയും അതുപോലെ തന്നെ റൈസും കൂടെ മിക്സാക്കി എടുക്കുന്നത്, ബിരിയാണി മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചെമ്പെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഫിഷ് ഇട്ട് കൊടുക്കുകയാണ്. ഫിഷ് ജസ്റ്റ് ഒന്ന് ഒരു ഹാഫ് ഫ്രൈ ആക്കി എടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ റിഫൈൻഡ് ഓയിൽ തന്നെ എടുക്കുക, കോക്കനട്ട് ഓയിൽ ഇതിനു വേണ്ടി യൂസ് ചെയ്യരുത്. അപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ മറുഭാഗം കൂടെ 2 മിനിറ്റ് നേരം ഒന്ന് കുക്കാക്കി എടുക്കുക. ഓരോ ഭാഗവും 2 മിനിറ്റ് വീതം ഒന്ന് കുക്ക് ചെയ്തെടുത്ത ശേഷം നമുക്കിതിനെ മാറ്റി വെക്കാം.
പിന്നെ ഫിഷിൻ്റെ മാരിനേഷൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ഫിഷിൽ ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു 30 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫിഷൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരി മാറ്റി വയ്ക്കാം. ഇനി ഇത് ഈ ഒരു ഫിഷ് പൊരിച്ച ഈ സെയിം ഓയിലിലോട്ട് ഒരു 1/4 കപ്പിലും കുറവായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 മീഡിയം സൈസുള്ള സവാള കൊത്തി അരിഞ്ഞതോ അല്ലെങ്കിൽ ചോപ്പ് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 വെളുത്തുള്ളിയുടെ നേർപകുതി ഇഞ്ചി 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഇവിടെ കിടന്ന് റോസ്മെല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതോടൊപ്പം തന്നെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൻ്റെ കളർ കണ്ടാൽ മനസ്സിലാവും. ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിം ആക്കി വെക്കാൻ മറക്കരുത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഇതിലോട്ട് ചേർക്കുന്നത്. വേറെ പൗഡേഴ്സൊന്നും ചേർക്കേണ്ടതില്ല, ഇത്രയും ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഈ പൗഡേഴ്സിൻ്റെ റോസ്മെല് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അടുത്തതായി ഇതിലേക്ക് ടൊമാറ്റോ ചോപ്പ് ചെയ്തേക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ ടൊമാറ്റോ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ഈ ഒരു മസാലക്കകത്ത് കടന്നിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. ടൊമാറ്റോ ചേർത്ത ശേഷം തീ ഹൈ ടു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് ടൊമാറ്റോ നന്നായിട്ടൊന്ന് മാഷാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല യോഗേർട്ടാണ് ചേർക്കുന്നത്, പുളി കുറഞ്ഞ തൈര്. അതിനുശേഷം ലീഫുകൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരല്പം മല്ലിയില എടുത്തിട്ടുണ്ട്, പുതിനയില എടുത്തിട്ടുണ്ട്, കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ ബിരിയാണിക്കകത്ത് ഈ 3 ലീഫും ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ എനിക്ക് ഈ 3 ലീഫും ചേർക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാനത് 3 ചേർത്തിട്ടുണ്ട്. കുറച്ചളവിൽ മാത്രമേ ചേർത്തുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ആ ഒനിയൻ ഇല്ലേ, അതിൽ നിന്നൊരു 1/2 പോർഷൻ എടുത്തിട്ട് ഞാൻ ഇതിലോട്ടൊന്നിട്ട് കൊടുക്കുകയാണ്. ഇനി ഈ മസാലൻ്റെ മുകളിലായിട്ട് നമ്മുടെ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഫിഷിനെ അങ്ങ് നിരത്തി കൊടുക്കുക. ഫിഷിൻ്റെ കൂടെ തന്നെ അതിൽ കുറച്ച് ഓയിലും വാട്ടറൊക്കെ ഉണ്ടായിരുന്നു, അതുകൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇനി തീ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് മസാലയും കൂട്ടിയിട്ട് ഈ ഫിഷ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ ഒന്നായിട്ടിട്ട് നിങ്ങൾ മിക്സ് ആക്കരുത്. ഫിഷ് പൊട്ടൊന്ന് പൊടിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ നല്ല കെയർഫുള്ളായിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല മസാലയും ഫിഷൊക്കെ ഒന്ന് നിരത്തി കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഫുൾ റൈസ് അതിൻ്റെ മുകളിലൊന്ന് നിരത്തി കൊടുത്ത ശേഷം നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് നിരത്തിയിടുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കാഷ്യൂനട്ടും ഒനിയനും റൈസിൻസും എല്ലാം ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ബർണറിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. അപ്പോൾ ഞാനിത് ബർണർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ഏറ്റവും ചെറിയ ബർണറിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ബർണറിൻ്റെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കും. എന്നിട്ട് അതിനുശേഷം ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാറുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റാക്കി കിട്ടും. പിന്നെ ഈ ഒരു പാത്രത്തിനകത്ത് ഒന്ന് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വാട്ടർ നിറച്ചിട്ട് മുകളിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പം ഏകദേശം ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സെർവ് ചെയ്യുന്നത്. ബിരിയാണി ഉണ്ടാക്കി അപ്പം തന്നെ സെർവ് ചെയ്യാതെ കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം സെർവ് ചെയ്യുമ്പോഴാണ് അതിലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ഫിഷ് ഒന്ന് മിക്സ് ആവാത്ത രീതിയിൽ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ മസാലയുടെ ആ കളറ് മാത്രം വരുന്നേ ഉള്ളൂ, ഫിഷ് മുകളിലോട്ട് വരരുത്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വളരെ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിങ് ഫിഷിൻ്റെ ബിരിയാണിയാണ്. കിങ് ഫിഷ് മാത്രമല്ല കേട്ടോ, എല്ലാ ഫിഷും ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ആവോലി, ഐക്കോറ, സാധാരണ നമ്മൾ അയലയൊക്കെ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.